വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻവല. അഞ്ചാമത് പ്രൊഫൈസിൻ്റെ ഒന്നാമത്തെ ദിവസം വളരെ മനോഹരമായ ഒരു ചർച്ച വൈകുന്നേരമാണ് ഇവിടെ പൂർത്തിയാകുന്നത്. നമ്മളിലെല്ലാവരിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ, എപ്പോഴും നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പരിസരത്തെ ഏറ്റവും നന്നായി സംസാരിക്കാൻ പറ്റുന്ന ആളുകൾ ഈ ചർച്ചാവേദിയെ ധന്യമാക്കുകയുണ്ടായി. ഇവിടെ ഈ അടുത്ത ഒരു രസകരമായി നമ്മളീ പറഞ്ഞ കാര്യത്തൊക്കെ രസകരമായി അവതരിപ്പിക്കുന്നൊരു വീഡിയോ കണ്ടിരുന്നു. അവതാരകൻ ഇങ്ങനെ സൂചിപ്പിക്കുകയാണ്, പണ്ടൊക്കെ ദൂരദർശനിൽ നമ്മൾ വാർത്ത കേട്ടിരുന്ന ഒരു കാലം, ഇപ്പം ഡൽഹിയിൽ തീപിടുത്തം ഉണ്ടായി എന്ന് പറയുമ്പോൾ അവരിങ്ങനെ അവതരിപ്പിക്കും, ഡൽഹിയിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ രസകരമായി പറയുന്നുണ്ട്, അവിടെ ഫയർഫോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓരോത് ചെയ്തോളും, നിങ്ങളാരും ഒന്നും ബേജാറാകണ്ട എന്നതാണ് അതിൻ്റെ ഒരു ആഖ്യാന ശൈലി ഉണ്ടാകുക. എന്നാൽ ഇന്ന് അത് സംഭവിക്കുകയാണെങ്കിൽ ആകെ ഒരു തീപിടുത്ത മയത്തിൽ തന്നെ ആയിരിക്കും അത് അവതരിപ്പിക്കുക. തീ പിടിച്ചു കഴിഞ്ഞു, 2 എഞ്ചിൻ അങ്ങോട്ട് പോയി കഴിഞ്ഞു, എന്താണ് അവിടെ നിന്ന് കിട്ടുന്ന വാർത്തകൾ. അപ്പോൾ അത് കേട്ടിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ചാടിപ്പോയി എനിക്കെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ഒരു പ്രേക്ഷകൻ ചിന്തിക്കുന്നിടത്താണ് അവതരണം ഉണ്ടാവുക. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നത് ഇവിടുത്തെ ചർച്ചയിൽ വ്യത്യസ്തങ്ങളായ സമയത്ത് കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായല്ലോ. നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും അവസാന വാക്കിൽ നമ്മൾ പറയുമ്പോൾ ഈ മാധ്യമം സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് വ്യാവസായികമായ ഉദ്ദേശത്തിൽ നടത്തപ്പെടുന്നതാണ്. അവർക്ക് ആളുകൾ വേണം, വാർത്ത കാണാൻ ആളുകൾ വേണം. അപ്പം നമ്മളൊക്കെ കാണുന്നു എന്നതാണ് ഇത്തരം മാധ്യമങ്ങളുടെ ഒരു പോക്ക് ഈ വിധത്തിലാകുന്നതിൻ്റെ മറ്റൊരു കാരണം. അതുകൊണ്ട് എന്താണ് പരിഹാരം എന്ന് ചോദിച്ചാൽ, ഇവിടെ മാധ്യമങ്ങൾ എടുക്കേണ്ട സ്റ്റെപ്പിനെ കുറിച്ച് ചർച്ചയിൽ ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. നമ്മൾ എടുക്കേണ്ട ഒരു തലമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ വളരെ സെലക്റ്റീവ് ആവുക എന്നതാണ്. നമ്മളെല്ലാം കാണാനും എല്ലാം കേൾക്കാനും നമ്മൾ നിൽക്കേണ്ടതില്ല, എല്ലാം നമ്മൾ ഫോളോ ചെയ്യേണ്ടതില്ല. കൂട്ടത്തിൽ സത്യത്തോടടുത്ത് കാര്യങ്ങൾ വിശദീകരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യമുള്ളവരെ ഫോളോ ചെയ്യുക, അവരിൽ നിന്ന് വാർത്ത എടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അത് ഈ കാലഘട്ടത്തിൽ ഒരു വിശ്വാസി എന്ന നിലക്ക് ഈ പ്രൊഫൈസിലെ ഈ സംസാരം കേൾക്കുന്ന ഭൂരിപക്ഷം ആളുകളും വിശ്വാസികളാണ് എന്നതുകൊണ്ട് തന്നെ ഒരു വാക്കുകൂടെ അതിൽ ചേർത്ത് പറയാനുള്ളത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു മാധ്യമത്തിൻ്റെ രൂപവും ഭാവവും ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ സാങ്കേതികത്വം കൊണ്ടും അതിൻ്റെ പ്രസൻറ്റിങ് അവതരണ ശൈലി കൊണ്ടൊക്കെ ഇനിയും വ്യത്യസ്തമായ ഘട്ടങ്ങളിലേക്ക് അത് പോകും. അത് തീർച്ചയാണ്. ഏത് കാലഘട്ടത്തിലായാലും നമ്മുടെ അരികിലേക്ക് എത്തുന്ന വാർത്തകളോട് ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട സമീപനം എന്താണ് എന്നത് നമുക്ക് വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഫാസിക്ക് നിങ്ങളുടെ അരികിലേക്ക് ഒരു വാർത്തയുമായി വന്നാൽ ഫതബയ്യനു, നിങ്ങൾ അതിനെക്കുറിച്ച് വ്യക്തത വരുത്തിയതിന് ശേഷം മാത്രം അത് പ്രചരിപ്പിക്കുകയും ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യാൻ പാടുള്ളൂ എന്നതൊരു മോറൽ ഒരു സ്വഭാവമായി പഠിപ്പിക്കപ്പെട്ട സമൂഹമാണ് നമ്മൾ. അതങ്ങനെ തന്നെ എടുക്കേണ്ടത് മാത്രമാണ്. ഈ ഒരു ചർച്ചയുടെ അവസാനമായി മാധ്യമങ്ങൾ ചെയ്യുന്നതിനപ്പുറത്ത് കാഴ്ചക്കാരും കേൾവിക്കാരുമായി നമ്മൾ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എല്ലാ മാധ്യമങ്ങൾക്കും അവരുടേതായ സ്ഥാപിത താല്പര്യങ്ങളുണ്ട്, അവരുടേതായ ഇൻറ്റൻഷനുകളുണ്ട്. അത് വർക്ക് ചെയ്യുന്നതിന് അവരുടേതായ അജണ്ടകൾ സ്വാഭാവികമായും ഉണ്ട്. ഇവിടെ പറഞ്ഞാൽ ഒരു മാധ്യമ സ്ഥാപനം കൂടെ കേരളത്തിൽ പിറവി കൊള്ളുകയാണ്. നോക്കൂ, കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ വലിയ സംസ്ഥാനമല്ല, താരതമ്യേന സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ വലിയ സംസ്ഥാനമല്ല. ഇപ്പോൾ തന്നെ ഇവിടെ നിലനിൽക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളുടെ എണ്ണം നമുക്കറിയാം. അതിലേക്ക് ഇനിയും കച്ചവട സാധ്യതയുണ്ടായത് കൊണ്ടാണ് ഇനിയും ചാനലുകൾ പിറക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കൺസ്യൂം ചെയ്യുന്നിടത്ത് ഒരു പൗരനെ നിൽക്കൊരു വിശ്വാസി എന്ന നിൽക്ക് നമുക്ക് ചില ധാരണകൾ ഉണ്ടാവുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾക്കുണ്ടാകേണ്ട ഒരു ഉൾക്കാഴ്ച. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യം, ഫാക്റ്റ്, വസ്തുത എന്താണ് എന്ന് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു രീതികൾ നമുക്കുണ്ടാകണം എന്നതാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു ഓൾറെഡി. പലപ്പോഴും നമുക്കൊക്കെ ഉണ്ടാകുന്ന അനുഭവമാണ്, പ്രായമായവർ അല്ലെങ്കിൽ അത്ര തന്നെ കാര്യങ്ങളെ മനസ്സിലാക്കാൻ, ഇങ്ങനെ വേറിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ആളുകൾ നമ്മളോട് വന്നിട്ട് ഇപ്പോൾ നടന്ന വാർത്തയായിട്ട് പറയും, എന്തോ ഒരു സംഭവം ഉണ്ടായി, എന്താണ്. അപ്പോൾ യൂട്യൂബിൽ വീഡിയോ കാട്ടി തരുമ്പോൾ 7 കൊല്ലം മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ ആയിരിക്കും, ഒരു ഉദാഹരണം പറഞ്ഞാൽ എന്ന തരത്തിൽ. ഇവിടെ ഈ സെഷൻ്റെ ഏറ്റവും തുടക്കത്തിൽ മഗ്രിബ് നിസ്കാരത്തിൻ്റെ മുമ്പ് വിശദമായി തന്നെ പറഞ്ഞു പോവുകയുണ്ടായി. അപ്പോൾ വാർത്തകളുടെ വസ്തുതയെ മനസ്സിലാക്കാൻ പറ്റുന്ന വിധേയനെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാവുക, അത് നമ്മൾ സ്വയമേ തന്നെ ഉത്ബുദ്ധരാവുക, പരസ്പരം
ആ ഒരു ഒരു ഉത്ബുദ്ധതയിലേക്ക് നമ്മൾ വളരാൻ ശ്രമിക്കുക. ഒപ്പം എല്ലാവരിൽ നിന്നും എല്ലാം നമ്മൾ കൺസ്യൂം ചെയ്യേണ്ടതില്ല. എല്ലാവർക്കും അജണ്ടകളുണ്ട്. നമ്മളിൽ ഒരു വാർത്ത എത്തിക്കുക എന്നതിനേക്കാൾ അപ്പുറത്ത് നമ്മളിൽ ചില ധാരണകൾ ഉണ്ടാക്കുക, നമ്മളുടെ കാഴ്ചപ്പാടുകളെ രൂപപ്പെടുത്തുന്നിടത്ത് ഇടപെടുക എന്നത് തന്നെയാണ് വാർത്ത അവതരിപ്പിക്കുന്ന ആളുകളുടെയൊക്കെ അവരാഗ്രഹിക്കുന്ന ഒരു കാര്യം. അതിനനുസരിച്ചാണ് അവരവരുടെ പ്രസൻറ്റേഷൻ നിർവഹിക്കുക. അപ്പം നമുക്കുണ്ടാകേണ്ട കാര്യം അവർ വരച്ചു തരുന്നതിനനുസരിച്ച് നിലപാടുകൾ സ്വീകരിക്കുക എന്നതാകാൻ പാടില്ല നമ്മുടെ രീതി. മറിച്ച് നമുക്ക് കാഴ്ചപ്പാടുണ്ടാക്കാൻ ഏത് വിധേയനെയാണ് കാര്യങ്ങളെ നോക്കിക്കാണേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ടാവുക. എന്നിട്ട് നമ്മൾ സ്വയമേ ഉത്ബുദ്ധരാവുക, പരസ്പരം ആ ഉത്ബുദ്ധതയിലേക്ക് നമ്മളെ വളർത്താൻ ശ്രമിക്കുക എന്നതായിരിക്കും ഈ ഒരു ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് കൂട്ടി ചേർക്കാൻ സാധിക്കുക. ഏതായാലും മനോഹരമായ ഒരു ചർച്ചാ സായാഹ്നം. നമ്മളെല്ലാവരും എല്ലാ ദിവസവും കുറേയധികം സമയം ഇടപെടുന്ന സ്ഥലത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് അതിനകത്തുനിന്ന് തന്നെയുള്ള അവതരണങ്ങളും സംസാരങ്ങളും ഉണ്ടാകുമ്പോൾ അത് കുറച്ചുകൂടെ ഹൃദ്യമായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ആ ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്കൂടെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ നിലക്ക് ആഗ്രഹിച്ചുകൊണ്ട് ഈ ഒരു സെഷൻ്റെ സമാപന സംസാരം ഈ വാക്കുകളെ കൊണ്ട് ഈ ഒരു ചിന്ത നമുക്ക് കൈമാറിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും.